ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ള നാനാജാതി മതസ്ഥർക്ക് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുക? ചോദ്യം ഒന്ന്. അതിനോടനുബന്ധിച്ച് രണ്ട്, ഇപ്പോൾ ഹിന്ദു മതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. ഒരു മന്ത്രിയുണ്ട്, ഒരു ദേവസ്വം മന്ത്രിയുണ്ട്. എനിക്കൊന്ന് വേറെ ഒരു സംസ്ഥാനത്തും കാണാത്ത ഒരു കീഴ്വഴക്കമാണ് അത് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. എനിക്കറിയില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതേപോലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ഒരു സർക്കാരിൻ്റെ ഒരു നിയന്ത്രണമോ മന്ത്രിയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കേരളത്തിൽ മാത്രമുള്ളൊരു കാഴ്ചയാണത്. ഇപ്പോൾ ഈ ശബരിമല പോലെയുള്ള ഈ ഒരു ഇഷ്യൂസൊക്കെ കാണുന്നത് ഇതൊക്കെ സർക്കാരിൻ്റെ കംപ്ലീറ്റ് പൂർണ്ണ അധികാരത്തിലായതുകൊണ്ടല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളെ സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ എക്സാമ്പിളുണ്ട്. കേന്ദ്രത്തിൽ മോദി അധികാരത്തിൽ വരുന്നത് വരെ ഹജ്ജ് തീർത്ഥാടനം ഏറ്റവും വലിയൊരു കൊള്ളയായിരുന്നു. ശരിയാണ്. അത് ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിരുന്നില്ല. ഓക്കെ, വലിയ തട്ടിപ്പായിരുന്നു നടന്നത്. ഇവിടെ ഈ അഹമ്മദൊക്കെ അതിൻ്റെ മന്ത്രിയായിരുന്ന കാലത്ത് പോലും തീർത്ഥാടകരോട് ചോദിച്ചാൽ അറിയാം, ടിക്കറ്റിങ്ങിൻ്റെ അവിടുത്തെ മറ്റ് വ്യവസ്ഥ, ഗൈഡ്, വഴിമാറ്റിയിട്ട് ആളെ കയറ്റൽ, ഇതൊക്കെയായിരുന്നു. മോദി സർക്കാർ വന്നതിന് ശേഷം ഹജ്ജ് തീർത്ഥാടനം ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഒരു കൃത്രിമമില്ല, ഒരു കമ്മീഷന് ഇടപാടില്ല, ഒരു ഹോട്ടൽ ബുക്കിങ്ങിനോ ഒരു ടിക്കറ്റ് ബുക്കിങ്ങിനോ ചതിയില്ല, ആളുകളെ അർഹതയില്ലാത്ത ആളുകളെ തിരികെ കയറ്റി മുമ്പിലാക്കുന്ന ഇടപാടില്ല, ഹജ്ജിന് കാശ് വാങ്ങുന്ന ഏർപ്പാടില്ല. മുസ്ലിങ്ങളോട് എല്ലാവരോടും ചോദിച്ചാൽ അറിയാം, കഴിഞ്ഞ 10 വർഷവും 12 വർഷവും നല്ല രീതിയിലാണ് ഹജ്ജ് നടന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ വർഷവുമായിട്ട് 4000 സ്ത്രീകൾ ഒറ്റയ്ക്ക് അവിടെ പോയി ദർശനം നടത്തിയിട്ട് വന്നു, അവരുടെ കർമ്മം നടത്തിയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇത് മതങ്ങളോടുള്ള ഞങ്ങളുടെ സമീപനം അതാണ്. മറുവശത്ത് കേരളത്തിലെ എക്സാമ്പിൾ നോക്കാം. മുനമ്പത്ത് ഈ വഖഫ് ബോർഡിൻ്റെ ഒരു അധിനിവേശം ഉണ്ടായിരുന്നു. അത് രാജ്യം മുഴുവനുണ്ട്. അതിനെതിരെ കർശനമായിട്ടുള്ള നിയമം കൊണ്ടുവന്നു. എല്ലാ സ്ഥലത്തും ഈ തട്ടിപ്പ്, വഖഫ് നിയമം വന്നപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളൊരു നിയമം എന്നാണ്. അല്ല, ശരിയായ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിയമമാണത്. വഖഫ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ വെള്ളാനയാണ്. വഖഫിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ സംഘടിതമായി ചില ആളുകൾ കൈവശപ്പെടുത്തുകയായിരുന്നു. തോന്നിയ പോലെ വഖഫ് ചെയ്യുക, അത് കൈവശപ്പെടുത്തുക, ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിനെ സുതാര്യമാക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത്. അതിൻ്റെ ഫലം എന്തായി? വലിയ തോതിൽ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ സർക്കാർ വന്നാൽ എല്ലാ മതസ്ഥാപനങ്ങളെയും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണും. കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിൽ ശക്തമായ നിയന്ത്രണം ഞങ്ങൾ കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരാൻ? ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ പേരില്ലെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും അതിന് ചുമതലയുള്ള മന്ത്രിമാരുണ്ട്. അല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ദേവസ്വം ബോർഡിൻ്റെ സംവിധാനം പൂർണ്ണമായിട്ടും ഒരു പൊളിറ്റിസൈസ്, ഇപ്പോൾ രാഷ്ട്രീയക്കാരാണ് അവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ പത്മകുമാറായാലും വാസു ആയാലും അവിടുത്തെ മെമ്പർമാരായാലും അവർ തോന്നിയ പോലെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ദേവസ്വം എന്ന് പറയുന്നത് ക്ഷേത്രവിശ്വാസമുള്ള, അതേസമയം ധാർമ്മികമായി നയിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് നയിക്കേണ്ടത്. ഇവർക്ക് എന്താ വിശ്വാസമുള്ളത്? തീർത്ഥം വാങ്ങിയിട്ട് നിലത്തേക്ക് കഴിച്ചു കളയുന്ന മന്ത്രിമാരാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും മോശമായ രീതിയിൽ ക്ഷേത്രങ്ങളെ അവഹേളിക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ വിമുക്തമാക്കണം. ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് മോദി സർക്കാർ വന്നതിന് ശേഷം പല മേഖലകളിലും രാഷ്ട്രീയമായിട്ടുള്ള അതിപ്രസരം കുറച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ സർവകലാശാലകൾ ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ ഇതുപോലെ യൂണിവേഴ്സിറ്റികളെ ശുദ്ധീകരിക്കാൻ കഴിയും? പണ്ട് എന്തായിരുന്നു ഇവിടെ പ്രിൻസിപ്പൽമാരെ നിയമിക്കുന്നതും അധ്യാപക നിയമനത്തിലും കരിക്കുലം കമ്മിറ്റിയിലും സിൻഡിക്കേറ്റിലും സെനറ്റിലും ഒക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയമായിരുന്നു. അതിനെ തകർക്കാൻ ഇപ്പോൾ JNUവിനെ പൊളിക്കാൻ സാധിച്ചില്ലേ? തീർച്ചയായിട്ടും അത് സാധിക്കും. ദേവസ്വം ബോർഡുകളുടെ മേലുള്ള രാഷ്ട്രീയ നിയന്ത്രണം ഇല്ലാതാക്കാൻ BJP വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ ക്ഷേത്രങ്ങൾക്ക് ഇപ്പോൾ ഒരു ശബരിമല മാത്രം മതിയെന്ന് കേരളത്തിൽ രക്ഷപ്പെടാൻ. ഇപ്പോൾ എല്ലാവരും അയോധ്യയെക്കുറിച്ച് അല്ലാതെ, താങ്കൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളല്ലേ, അയോധ്യ കൊണ്ട് UP എത്രമാത്രം രക്ഷപ്പെട്ടു. കോടാനുകോടി തീർത്ഥാടകരാണ് വരുന്നത്. അതുവഴി ഉണ്ടെന്ന റവന്യൂ ചില്ലറയാണ്. സർദാർ പട്ടേലിൻ്റെ ഒരു പ്രതിമ കെട്ടിയപ്പോൾ ഇവിടുത്തെ വിവരമില്ലാത്ത CPM ചോദിച്ചു, പ്രതിമ കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് ജനലക്ഷം. ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ശബരിമലയും ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രവും മാത്രം വികസിച്ചാൽ അതുവഴി കേരളത്തിനുണ്ടാകുന്ന ലാഭം എത്രയാണ്? ജനങ്ങൾക്കുണ്ടാകുന്ന വലിയ എത്ര ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അവിടേക്ക് എത്തും, അതുവഴി ഉണ്ടാകുന്ന റവന്യൂ എന്താണ്? അപ്പോൾ ഞങ്ങൾക്കതിനൊക്കെ പ്ലാനുണ്ട്. അതുകൊണ്ട് BJPക്ക് ഭരണം കിട്ടിയാൽ ശബരിമല ആവട്ടെ, പത്മനാഭസ്വാമി ആവട്ടെ, ഗുരുവായൂരാവട്ടെ, ഇതെല്ലാം വഴി കേരളം പഴയതുപോലെ ആളുകൾ ഇങ്ങോട്ട് വരുന്ന ഒരു സ്റ്റേറ്റായിട്ട് മാറും. ഇത്രയും ടൂറിസം സാധ്യതയുള്ള വേറെ ഏത് സ്റ്റേറ്റ് ഉണ്ട്?